നമസ്കാരം. ലോകത്ത് ഏറ്റവും അധികം സിനിമകൾ നിർമ്മിക്കുന്നതും പ്രദർശിപ്പിക്കപ്പെടുന്നതും എവിടെയാണെന്നോ? നമ്മുടെ രാജ്യത്ത് തന്നെ, ഇന്ത്യയിൽ. വർഷത്തിൽ 4500 സിനിമകൾ വരെ നമ്മുടെ ഈ രാജ്യത്ത് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയ ചരിത്രമുണ്ടായിരുന്നു. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, മറാത്തി, അസാമീസ്, പഞ്ചാബി, ഹിന്ദി, ഒഡിയ, ഗുജറാത്തി, ഉറുദു, ഭോജ്പുരി തുടങ്ങിയ ഭാഷകളിൽ സിനിമകൾ നിർമ്മിക്കപ്പെടുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ ഇംഗ്ലീഷ്, ചൈനീസ് പോലുള്ള ഭാഷകളിൽ വിദേശ സിനിമകളും ഇന്ത്യയിൽ പ്രദർശനത്തിനെത്തുന്നുണ്ട്. ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന് ചരിത്ര നേട്ടമുണ്ടാക്കിയ വർഷമാണ് 2023. ഒന്ന് തിരിഞ്ഞു നോക്കാം. തുടരെയുള്ള റെക്കോർഡുകൾ, മികച്ച ഉള്ളടക്കങ്ങൾ, പുതുമുഖ സംവിധായകർ, സാങ്കേതികവിദ്യ സിനിമയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ലോക സിനിമയ്ക്ക് മുന്നിൽ ഇന്ത്യൻ സിനിമയെ അടയാളപ്പെടുത്തിയ നിമിഷങ്ങൾ, അങ്ങനെ എണ്ണിപ്പറയാൻ നേട്ടങ്ങൾ ഒരുപാടുണ്ട്. 1000-ലേറെ സിനിമകളാണ് ഇക്കൊല്ലം ഇന്ത്യൻ പ്രൊഡക്ഷനിൽ ഉണ്ടായത്. എന്നാൽ 50-ൽ താഴെ സിനിമകൾ മാറ്റി നിർത്തിയാൽ പരാജയ സിനിമകളുടെ കണക്കുകളാണ് പറയാനേറെ. അത്തരത്തിൽ ബോക്സ് ഓഫീസ് വിജയം ഉറപ്പിച്ച് തിയേറ്ററിൽ പരാജയമായി മാറിയ സിനിമകളെ ആദ്യം നോക്കാം. ചരിത്ര വിജയം ഉണ്ടാക്കാൻ പോകുന്ന സിനിമ എന്ന തരത്തിലാണ് ആദിപുരുഷ് പ്രഖ്യാപിക്കപ്പെട്ടത്. എന്നാൽ ശരാശരിയിലും താഴെ അനുഭവം സമ്മാനിച്ച ചിത്രത്തിന്റെ വില്ലനായത് VFX ആയിരുന്നു. രാമനായി അഭിനയിച്ച പ്രഭാസിന് നേരെയും വലിയ വിമർശനങ്ങൾ ഉയർന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങിയ ചിത്രം, അതായത് 500 കോടി. ആദ്യ ദിവസം ഈ ചിത്രം നേടിയത് 100 കോടി രൂപയാണ്. എന്നാൽ ആദ്യ പ്രതികരണങ്ങൾ എത്തിയതോടെ നിരവധി പ്രീ ബുക്കിങ്ങുകൾ അടക്കം പിൻവലിക്കുകയും 2-ാം ദിവസം മുതൽ പ്രേക്ഷകരുടെ എണ്ണത്തിൽ വലിയ കുറവ് സംഭവിക്കുകയും ചെയ്തു. ആഗോളതലത്തിൽ 390 കോടി സ്വന്തമാക്കിയ ഈ ചിത്രം ഈ വർഷത്തെ ഏറ്റവും വലിയ പരാജയമാണ്. ഓൾ ടൈം ക്ലാസിക് മണിച്ചിത്രത്താഴിന് ഒരു 2-ാം ഭാഗം അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. കാരണം 1-ാം ഭാഗം തന്നെ അതീവ സുന്ദരമാണ്. എന്നാൽ മണിച്ചിത്രത്താഴിന്റെ തമിഴ് റീമേക്ക് ചന്ദ്രമുഖി ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ചന്ദ്രമുഖി 2 ഒരുക്കി. 2-ാം ഭാഗം എങ്ങനെയായിരിക്കുമെന്ന ആകാംക്ഷ തന്നെ പ്രേക്ഷകർക്കുണ്ടായിരുന്നു. രാഘവ് ലോറൻസും ബോളിവുഡിൽ നിന്ന് കങ്കണ റണൌത്തും ലക്ഷ്മി മേനോനും കേന്ദ്ര കഥാപാത്രമായ സിനിമ പരാജയത്തിന്റെ പടുകുഴിയിൽ വീണു. 65 കോടി രൂപയിൽ നിർമ്മിച്ച ചിത്രം 40 കോടി രൂപയ്ക്കും താഴെയാണ് സ്വന്തമാക്കിയത്. ഇനിയൊരു മലയാള സിനിമയുടെ കാര്യം. പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ദുൽഖർ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയ ചിത്രമാണ് കിങ് ഓഫ് കൊത്ത. ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ്. കൊത്തയ്ക്ക് ലഭിക്കുന്ന ഹൈപ്പ് തന്നെ പേടിപ്പെടുത്തുന്നുവെന്നാണ് റിലീസിന് മുമ്പ് ദുൽഖർ സൽമാൻ തന്നെ പറഞ്ഞത്. ആദ്യത്തെ പോസ്റ്റർ റിലീസ് മുതൽ ഉണ്ടായ ഹൈപ്പ് ചിത്രത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരും പ്രതീക്ഷിച്ചതല്ല എന്നും നടൻ പറഞ്ഞിരുന്നു. ഇതേ ഹൈപ്പ് തന്നെയാണ് സിനിമയുടെ പരാജയത്തിനുള്ള ഒരു കാരണം. ഓഗസ്റ്റ് 26-ന് പുറത്തിറങ്ങിയ ചിത്രം 30 കോടിക്കടുത്ത് മാത്രമാണ് സ്വന്തമാക്കിയത്. KGF-ന് ശേഷം തെന്നിന്ത്യ കീഴടക്കാൻ പോകുന്ന ചിത്രമെന്ന ഹൈപ്പോടെ എത്തിയ സിനിമയാണ് കബ്സ. കന്നഡ സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം ഉറപ്പിച്ച നടനും സംവിധായകനുമായ ഉപേന്ദ്രയുടെ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള ചിത്രം എന്നതും കന്നഡ പ്രേക്ഷകർക്ക് വലിയ ആവേശം ജനിപ്പിക്കുന്നതായിരുന്നു. ഇതുകൂടാതെ അടുത്ത കാലത്തുണ്ടായ മൾട്ടി സ്റ്റാർ ചിത്രമെന്ന നിലയിലും കബ്സ ശ്രദ്ധിക്കപ്പെട്ടു. എന്നാൽ മാർച്ച് 17-ന് പുറത്തിറങ്ങിയ സിനിമ വിപണിയിൽ ലാഭമുണ്ടാക്കിയില്ല. 120 കോടി മുതൽ മുടക്കിൽ വമ്പൻ സെറ്റിൽ നിർമ്മിച്ച ചിത്രം ആഗോളതലത്തിൽ നേടിയത് 34 കോടി രൂപയ്ക്ക് മാത്രമാണ്. ഏകദേശം 4 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം റിലീസ് ചെയ്ത രാജീവ് രവി ചിത്രം തുറമുഖം. നിവിൻ പോളി പ്രധാന വേഷത്തിലെത്തിയ സിനിമയുടെ ചിത്രീകരണം 2019-ൽ തന്നെ പൂർത്തിയായിരുന്നുവെങ്കിലും സിനിമ തിയേറ്ററിലെത്താൻ ഏറെ വൈകി. മട്ടാഞ്ചേരിയുടെ പോരാട്ട ചരിത്രത്തെ ദൃശ്യവൽക്കരിക്കുന്ന ചിത്രമാണ് തുറമുഖം എന്നുള്ളത് കൊണ്ട് തന്നെ സിനിമയ്ക്ക് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ മാർച്ച് 10-ന് പുറത്തിറങ്ങിയ സിനിമ നിരൂപക ശ്രദ്ധ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി. നിവിൻ പോളിയുടെ തന്നെ രാമചന്ദ്ര ബോസ് ആൻഡ് കമ്പനിയും പരാജയം നേരിട്ട മറ്റൊരു ചിത്രമാണ്. ഈ വർഷവും മലയാളത്തിൽ പിറന്നത് നിരവധി സിനിമകളാണ്. അന്യഭാഷാ ചിത്രങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ ഈ വർഷം 300ഓളം സിനിമകൾ പ്രദർശനത്തിനെത്തി. എന്നാൽ 2023 മലയാള സിനിമയിൽ നിന്ന് വിടവാങ്ങുന്നത് വളരെ കുറച്ച് സൂപ്പർ ഹിറ്റുകൾ മാത്രം നൽകിയാണ്. റിലീസായ സിനിമകളുടെ എണ്ണം കൂടുതലാണെങ്കിലും പലതും ബോക്സ് ഓഫീസിൽ കാര്യമായ നേട്ടം കൊയ്തില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലും ഷാജി കൈലാസും ഒന്നിച്ച ചിത്രമായിരുന്നു എലോൺ. മോഹൻലാൽ മാത്രം കഥാപാത്രമായ ഒരു ചിത്രം. ജനുവരി 26-നാണ് കോവിഡ് പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ എലോൺ റിലീസായത്. നരസിംഹം, 6-ാം തമ്പുരാൻ ഉൾപ്പെടെയുള്ള ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങൾ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വാണിജ്യ ഹിറ്റുകൾ ഉണ്ടാക്കിയ കൂട്ടുകെട്ട് മോഹൻലാൽ, ഷാജി കൈലാസ്. ഈ ജോഡി വീണ്ടും ഒന്നിക്കുന്നത് തന്നെയായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ്. എന്നാൽ ഒരു ഹിറ്റ് പ്രതീക്ഷിച്ച ആരാധകരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു ചിത്രം.
ഒരു OTT മെറ്റീരിയലായി ഒരുക്കിയ ചിത്രം. ഇത് എന്തിന് തിയേറ്റർ റിലീസ് ചെയ്തു എന്നായിരുന്നു പ്രേക്ഷകർ ചോദിച്ചത്. 15 കോടി ബജറ്റിൽ ഒരുങ്ങിയ സിനിമയ്ക്ക് 1 കോടി കളക്ഷൻ പോലും സ്വന്തമാക്കാൻ സാധിച്ചില്ല. വൈശാഖ് സംവിധാനം ചെയ്ത മോൺസ്റ്റർ ആയിരുന്നു മറ്റൊരു ബോക്സ് ഓഫീസ് ദുരന്തം. രജനീകാന്തിന്റെ ജയിലറിലെ ക്യാമിയോ റോളായിരുന്നു മോഹൻലാലിന്റെ ആശ്വാസ ജയം. ജയിലറുടെ വമ്പൻ വിജയത്തിന് മോഹൻലാലിന്റെ സാന്നിധ്യം ഒരു ഘടകമായി. ഈ വർഷം ആദ്യമെത്തിയ മമ്മൂട്ടി ചിത്രമായിരുന്നു ഫെബ്രുവരി 9 പുറത്തിറങ്ങിയ ക്രിസ്റ്റഫർ. പോലീസ് വേഷങ്ങളിൽ മലയാളി സിനിമാ പ്രേമികൾ ആഘോഷിച്ചിട്ടുള്ള താരമെന്ന നിലയിൽ ക്രിസ്റ്റഫറിലെ മമ്മൂട്ടി കഥാപാത്രം ഏറെ ശ്രദ്ധ നേടേണ്ടതായിരുന്നു. എന്നാൽ 15 കോടി മുതൽ മുടക്കിൽ ഒരുങ്ങിയ മമ്മൂട്ടി ബി ഉണ്ണികൃഷ്ണൻ ചിത്രം 5 കോടിക്ക് താഴെയാണ് ആഗോളതലത്തിൽ തന്നെ സ്വന്തമാക്കിയത്. അതോടൊപ്പം ആക്ഷൻ ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ മറ്റൊരു മമ്മൂട്ടി ചിത്രമായിരുന്നു ഏജന്റ്. തെലുങ്ക് യുവതാരം അഖിൽ അക്കിനേനി നായകനായി മമ്മൂട്ടി ക്യാമിയോ റോളിലെത്തിയ ഈ ചിത്രം മറ്റൊരു വമ്പൻ പരാജയമായിരുന്നു. മലയാള സിനിമയെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്താൻ 2018 എന്ന ചിത്രത്തിന് കഴിഞ്ഞു. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം ജല്ലിക്കെട്ടിന് ശേഷം ഓസ്കാറിനുള്ള വിദേശ ഭാഷാ ചിത്രങ്ങളുടെ മത്സര വിഭാഗത്തിലേക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. മിക്ക യുവതാരങ്ങളും ഒന്നിച്ചെത്തിയ 2018 മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രവുമായി. പിന്നീടൊരു ബോക്സ് ഓഫീസ് തരംഗം കൊണ്ടുവന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിന്റെ RDX ആയിരുന്നു. 2018 ശേഷം ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രങ്ങളിൽ ഒന്നായി RDX മാറി. ഈ ചിത്രങ്ങൾക്ക് മുമ്പ് തിയേറ്ററുകളിലെത്തിയ രോമാഞ്ചവും സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കി. ജൂഡ് ആന്റണി ജോസഫിന്റെ 2018, ജിത്തു മാധവിന്റെ രോമാഞ്ചം, നഹാസ് ഹിദായത്തിന്റെ RDX, റോബി വർഗീസിന്റെ കണ്ണൂർ സ്ക്വാഡ് എന്നിവയാണ് ഈ വർഷത്തെ സൂപ്പർ ഹിറ്റ് സിനിമകൾ. അതേസമയം നൻപകൽ നേരത്ത് മയക്കം, നെയ്മർ, പ്രണയവിലാസം, പാച്ചുവും അത്ഭുത വിളക്കും, പൂക്കാലം, ഗരുഡൻ, ഫാലിമി, മധുരമനോഹര മോഹം, കാതൽ എന്നീ സിനിമകൾ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചു. വർഷാവസാനം റിലീസായ ജിത്തു ജോസഫിന്റെ മോഹൻലാൽ ചിത്രം നേര് സൂപ്പർ ഹിറ്റിലേക്ക് അടുക്കുകയാണ്. എലോൺ, മോൺസ്റ്റർ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പരാജയം രുചിച്ച മോഹൻലാൽ നേരിലൂടെ ശക്തമായി തിരിച്ചു വരുന്നതും 2023 കണ്ടു. 2022 ഡിസംബറിൽ മമ്മൂട്ടി ചിത്രം നൻപകൽ നേരത്ത് മയക്കം IFFKയിൽ പ്രദർശിപ്പിച്ചുവെങ്കിലും റിലീസായത് 2023 ജനുവരിയിലായിരുന്നു. പിന്നാലെ കണ്ണൂർ സ്ക്വാഡ്, കാതൽ തുടങ്ങിയ ചിത്രങ്ങളും മികച്ച അഭിപ്രായം നേടി. അരുൺ വർമ്മയുടെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനായ ഗരുഡൻ ഈ വർഷത്തെ ആവറേജ് ഹിറ്റാണ്. ഈ വർഷം മലയാളത്തിൽ പൃഥ്വിരാജിൻ്റെതായി ചിത്രങ്ങളൊന്നും തന്നെ പുറത്തിറങ്ങിയില്ല. പക്ഷേ ഡിസംബർ 22 റിലീസിനെത്തിയ പ്രശാന്ത് നീൽ പ്രഭാസ് പാൻ ഇന്ത്യൻ ചിത്രം സലാറിൽ അദ്ദേഹം പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. മികച്ച പ്രകടനമാണ് കേരളത്തിലെ തിയേറ്ററുകളിലും സലാർ നടത്തുന്നത്. ഏറ്റവും കൂടുതൽ നായക നടനായി അഭിനയിച്ച 2023 റെക്കോർഡ് ധ്യാൻ ശ്രീനിവാസന് സ്വന്തമാണ്. ധ്യാൻ നായകനായി 8 ചിത്രങ്ങൾ ഈ വർഷം റിലീസായി. നദികളിൽ സുന്ദരി യമുനയാണ് ഇതിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം. ഡിസംബർ ആദ്യം പുറത്തിറങ്ങിയ ചീന ട്രോഫി ഇപ്പോഴും പ്രദർശനം തുടരുന്നു. ഇരട്ട, ജോഷി ചിത്രം ആന്റണി എന്നിവ ജോജു വർഗീസിന്റെ കരിയർ ഗ്രാഫ് ഉയർത്തി. ദേവൻ സംവിധാനം ചെയ്ത് ഫ്രൈഡേ ഫിലിം ഹൗസ് നിർമ്മിച്ച വാലാട്ടിയും ശ്രദ്ധ നേടി. നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, ജഗദീഷ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഫാലിമിയും ഈ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ സിനിമകളിൽ ഒന്നാണ്. വിനീത് ശ്രീനിവാസൻ, ബിജു മേനോൻ കൂട്ടുകെട്ടിലെത്തിയ തങ്കം, കൃഷ്ണാനന്ദ് സംവിധാനം ചെയ്ത് OTTയിലൂടെ റിലീസ് ചെയ്ത പുരുഷപ്രേതം, വിജയരാഘവന്റെ ശ്രദ്ധേയ വേഷം കൊണ്ട് പ്രശംസയാർജിച്ച പൂക്കാലം തുടങ്ങി ഒരുപിടി ചിത്രങ്ങളും 2023 മലയാളി പ്രേക്ഷകരുടെ മനം കവർന്നു. 2018 ചാവേർ ഉൾപ്പെടെ കുഞ്ചാക്കോ ബോബൻ പ്രധാന വേഷത്തിലെത്തിയ 5 ചിത്രങ്ങളാണ് 2023 എത്തിയത്. 2018 ആഷിഖ് കപൂർ ചിത്രം നീലവെളിച്ചം, ഡോക്ടർ ബിജുവിന്റെ അദൃശ്യ ജാലകങ്ങൾ എന്നിവയിലാണ് ടൊവിനോ തോമസ് എത്തിയത്. ആഷിഖ് കപൂറിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം നീലവെളിച്ചം, ദിലീപ് നായകനായ വോയിസ് ഓഫ് സത്യനാഥൻ, ബാന്ദ്ര, കുഞ്ചാക്കോ ബോബന്റെ ചാവേർ, പത്മിനി, ആസിഫ് അലിയുടെ കാസർഗോഡ്, ധൂമം, കൊറോണ പേപ്പേഴ്സ്, തങ്കം എന്നിങ്ങനെ നീളുന്നു പരാജയത്തിന്റെ കയ്പുനീർ രുചിച്ച സിനിമകൾ. കണ്ടന്റാണ് രാജാവ് എന്ന് മലയാള സിനിമ വിളിച്ചു പറഞ്ഞ വർഷമാണ് 2023. സ്ത്രീകളെക്കുറിച്ച് സ്ത്രീകൾ തന്നെ സംസാരിക്കുന്ന ഒട്ടേറെ സിനിമകൾ ഈ വർഷം പുറത്തിറങ്ങി. ആദ്യം എടുത്തു പറയേണ്ടത് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വനിതാ സിനിമാ പാക്കേജിൽ നിർമ്മിച്ച ചിത്രങ്ങളാണ്. 3 സിനിമകളാണ് ഇക്കൊല്ലം വന്നത്. ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത B32 മുതൽ 44 വരെ, ഇന്ദു ലക്ഷ്മി സംവിധാനം ചെയ്ത നിള, മിനി IG സംവിധാനം ചെയ്ത ഡിവോഴ്സ്.
സ്ത്രീകളെക്കുറിച്ച് സ്ത്രീകൾ തന്നെ സംസാരിക്കുന്ന സിനിമകൾ. ഇത് മലയാള സിനിമയ്ക്ക് അധികം പരിചിതമല്ലാത്ത തിയേറ്റർ കാഴ്ച സാധ്യമായ വർഷം കൂടിയാണ്. എങ്കിലും മലയാളത്തിൽ 200-ലേറെ ചിത്രങ്ങൾ റിലീസ് ചെയ്തു. പക്ഷേ വിജയിച്ചത് 20 എണ്ണം മാത്രം. ആ ആശങ്ക നിർമ്മാതാക്കൾക്കുണ്ട്, ആ ആശങ്ക നമുക്കുമുണ്ട്.